السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ ഒരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. അതിൻ്റെ ഓരോ പകലുകൾ വളരെയധികം മഹത്വമുള്ളതാണ്. ഇബാദത്തുകൾക്ക് വളരെയധികം സ്വീകാര്യതയും ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വളരെയധികം പതിമടങ്ങ് പ്രതിഫലം നൽകപ്പെടുകയും തെറ്റ് സംഭവിക്കുമ്പോൾ അതിന് വളരെയധികം ഗൗരവമുള്ള ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പവിത്രമായ മാസങ്ങൾ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫലാ തുളിമു ഫീഹിന്ന അംഫുസക്കും, നിങ്ങൾ ഒരിക്കലും ഈ 4 മാസങ്ങൾ നിങ്ങൾ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യരുതേ, അനീതി കാണിക്കരുതേ എന്ന് പറഞ്ഞു. മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഇതിന് വിശദീകരണം നൽകിയപ്പോൾ അവർ പറഞ്ഞു, ശരീരത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് 2 രൂപത്തിൽ വരാം. ഒന്ന് ളുൽമും ബി ഇർത്തികാബിൽ മആസി, തെറ്റുകൾ ചെയ്യുക എന്നുള്ളത് സ്വന്തം ശരീരത്തോട് കാണിക്കുന്ന അക്രമമാണ്. മറ്റൊന്ന് പറഞ്ഞു ളുൽമും ബി തർക്കി തആതി, വലിയ വലിയ ഓഫറുകൾ അള്ളാഹു തആല നൽകിയിട്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വളരെയധികം പ്രതിഫല വാഗ്ദാനം നൽകപ്പെട്ടിട്ട് ഇതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, നന്മകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്, ഇങ്ങനത്തെ വലിയൊരു അവസരം അല്ലാഹു നൽകിയിട്ട് അത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളതും ഏറ്റവും വലിയൊരു തെറ്റാണ്, ശരീരത്തോട് കാണിക്കുന്ന അക്രമമാണ് എന്ന് മഹാന്മാർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസങ്ങൾ ധാരാളം നന്മകൾ ചെയ്യുക, പ്രാർത്ഥനകൾ നാം വർദ്ധിപ്പിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തായ റജബ് മാസമായി കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണമേ, റമളാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ 2 മാസങ്ങൾ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാനുണ്ടായ കാരണം, ഇനി വരുന്ന മാസം വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു മാസമാണ്. അതിൽ പൂർണ്ണമായും എല്ലാ സമയവും അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി നമുക്ക് ജീവിക്കാൻ സാധ്യമാകണമെങ്കിൽ അതിന് മുമ്പുള്ള 2 മാസം മുമ്പെങ്കിലും നാം അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവേണ്ടതായിട്ടില്ലേ? നന്മകൾ നാം ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ അത് ധാരാളം ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ വിശുദ്ധ റമളാൻ ഷരീഫാകുമ്പോൾ നമുക്ക് സുഖമായിക്കൊണ്ട് ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റജബ് മാസം അല്ലാഹു തആല പവിത്രമാക്കപ്പെട്ട മാസമാണ്. അതിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് വളരെയധികം പ്രതിഫലം നൽകപ്പെടുമ്പോൾ, നന്മകൾ ധാരാളം ചെയ്യുമ്പോൾ ആ പറയപ്പെട്ട പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതെല്ലാം സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ഒരു തൗഫീഖ് നമുക്കുണ്ടാവണം. ചെയ്യുന്ന ഇബാദത്തുകൾ ഗുണവർദ്ധനവോടുകൂടെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ, അള്ളാഹു ഞങ്ങളോട് നീ ബറക്കത്ത് ചെയ്യണമേ, ഫീ റജബിൻ വശഅബാൻ, റജബിലും ശഅബാനിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണമെന്നുള്ള പ്രാർത്ഥന നമ്മോട് വർദ്ധിപ്പിക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ധാരാളം ചെയ്യുക. അതുപോലെ തന്നെ മഹാന്മാരാകുന്ന നമ്മുടെ പൂർവികരാകുന്ന മഹത്തുക്കൾ അവർ ഈ മാസം പ്രത്യേകമായി ഗവനിക്കുകയും അതിൽ ധാരാളം ഇബാദത്തുകളും പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ വർദ്ധിപ്പിച്ചതായി ധാരാളം നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാൻ അവറുകളൊക്കെ പ്രത്യേകിച്ച് റജബ് മാസത്തെ ആദ്യത്തെ രാത്രിയിലൊക്കെ ഇലാഹി തഅറള ലക ഫീ ഹാദിഹിൽ ലൈലത്തിൽ മുതഅദ്ദിദൂൻ വഖസദഖൽ ഖാസിദൂൻ വഅമ്മല ഫളലക വമഅറൂഫക الطالبون ولك في هذه الليلة നഫഹാത്തുൻ വജവായിസു വഅതായ വമവാഹിബു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയതായി മഹാനവരുടെ ഖുനിയത്ത് താലിബീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ കശ്ഫിൻ്റെ അഹ്ലുകാരാകുന്ന എത്രയോ മഹാന്മാർ സ്വാലിഹീങ്ങൾ ഈ മഹത്തായ മാസങ്ങളിൽ ഈ രാവുകളിലൊക്കെ പ്രത്യേകം ദുആകൾ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അറിയുന്നവർ അതങ്ങനെ തന്നെ ദുആ ചെയ്യുക. അറിയില്ല എങ്കിലും നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ അള്ളാഹുവിനോട് ഈ മാസങ്ങളിൽ രാവുകളിലും പകലിലുമൊക്കെ ധാരാളം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. അത് കാരണം നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ്. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.